2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. നാളിതുവരെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിലവിലെ ഭരണസമിതിയുടെ അവസാന ബഡ്ജറ്റാണ് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ജില്ലാ പഞ്ചായത്തുകളേക്കാൾ ബ്ലോക്ക് പഞ്ചായത്തിന് വിഭവ പരിമിതികളുണ്ട്. സർക്കാർ അനുവദിക്കുന്ന വിവിധ ഗ്രാൻറ്റുകളും തനത് ഫണ്ട് മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേരിട്ടുള്ള വരുമാനങ്ങൾ. ഇതിന് പുറമെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മുഖേനയും ഗ്രാമപ്രദേശങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. പ്രദേശത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി പ്രതീക്ഷിക്കുന്ന ധന സ്രോതസ്സുകൾ കൊണ്ട് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഉൽപാദന മേഖല മുൻകാലങ്ങളിലെ പോലെ തന്നെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി നെൽകൃഷിക്ക് സബ്സിഡി, പാലിന് സബ്സിഡി, പച്ചക്കറി, വാഴ ഉൾപ്പെടെയുള്ള മറ്റ് കൃഷികൾ, ആടുകോഴി വളർത്തുന്നതിനുള്ള പശ്ചാത്തല സൗകര്യമൊരുക്കൽ, കാർഷിക വിപണന പ്രോത്സാഹന പരിപാടികൾ എന്നിവയ്ക്കായി 5,02.49 കോടി രൂപ നീക്കി വയ്ക്കുന്നു. ഉൽപാദന മേഖലയിലെ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ, ചെറുകിട ജലസേചനം, ലിഫ്റ്റ് ഇറിഗേഷൻ എന്നിവയ്ക്കായി 27,82,20,000 രൂപ വകയിരുത്തുന്നു. നമുക്കറിയാം, അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇതിലുള്ള ഒരു CHC, നമ്മുടെ മറ്റൂർ CHC ആരോഗ്യ മേഖലയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രമായ കാലടി CHCയിലൂടെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. CHCയെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം രാത്രി 7 മണി വരെ നിലനിർത്തുന്നതിനും മാരക രോഗബാധിതരുടെ പരിചരണത്തിന് പാലിയേറ്റീവ് കെയർ, സെക്കൻഡറി കെയർ, മറ്റ് മരുന്നുകൾ, ആശുപത്രിയിലെ മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ എന്നിവയ്ക്കായും 1.8 കോടി രൂപ വകയിരുത്തുന്നു. കുടിവെള്ളം, ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ 4 വർഷങ്ങളിൽ നല്ല ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കൽ, പഴയവ മാറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിക്കൽ എന്നിങ്ങനെയുള്ള പദ്ധതികൾക്കായി 45 ലക്ഷം രൂപ വകയിരുത്തുന്നു. പാർപ്പിട മേഖല, ഭവനരഹിതരായവർക്ക് സ്വന്തമായ ഭവനം ലഭ്യമാക്കുന്നതിനുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന ലൈഫ് പദ്ധതികൾക്കായി ഈ സാമ്പത്തിക വർഷവും പ്രത്യേകം പ്രാധാന്യം നൽകിക്കൊണ്ട് കേന്ദ്ര വിഹിതവും ജില്ലാ ഗ്രാമപഞ്ചായത്ത് വിഹിതവും ഉൾപ്പെടെ 3.5 കോടി രൂപ വകയിരുത്തുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, നമ്മുടെ സംസ്ഥാനത്തെ 2025 നവംബർ 1 മുൻപായി അതിദാരിദ്ര്യ മുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ അതിദാരിദ്ര്യരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തുകൾക്ക് സഹായം നൽകുന്നതിനായി താൽക്കാലികമായി 4 ലക്ഷം രൂപ വകയിരുത്തുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഗ്രാമങ്ങളിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വരുമാനം കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസമാണ്. 2025-26 സാമ്പത്തിക വർഷത്തേക്ക് 18,68,00,000 രൂപയുടെ ലേബർ ബഡ്ജറ്റ് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പാസ്സാക്കി കഴിഞ്ഞു. ഈ പദ്ധതിയിൽ ബജറ്റിൽ 37,26,00,000 രൂപ വകയിരുത്തുന്നു. പദ്ധതി പൂർണ്ണമായും നടപ്പാക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രമിക്കുന്നതാണ്. കലാ സംസ്കാരം വിദ്യാഭ്യാസ മേഖല, സംസ്ഥാന സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാരെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വിന്യസിച്ചുകൊണ്ട് പ്രായഭേദമന്യേയുള്ളവരുടെ കലാവാസനകൾ വളർത്തിക്കൊണ്ടുവരുന്നതിന് സൗജന്യ ക്ലാസുകൾ പഞ്ചായത്തുകളിൽ തുടർന്നു വരികയാണ്. നമ്മുടെ ഗ്രാമങ്ങളിലെ കലയെ സ്നേഹിക്കുന്നവർക്കും കുട്ടികൾക്കും ഇത് വളരെ ഫലപ്രദമാണ്. ഇവർക്കുള്ള അധിക വേതനം നൽകുന്നതിന്
ബ്ലോക്ക് പഞ്ചായത്താണ്. ഇതിനായി 4.5 ലക്ഷം രൂപ വകയിരുത്തുന്നു. കേരളോത്സവം 2025 നടത്തിപ്പിനായി 2.5 ലക്ഷം രൂപ വകയിരുത്തുന്നു. ക്ലബ്ബുകൾ, അക്കാദമികൾ എന്നിവയ്ക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി 8.5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കാലടി, അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തുകളുടെ വായനശാലകൾക്ക് ഫർണിച്ചർ വാങ്ങി നൽകുന്നതിന് തുക വകയിരുത്തിയിട്ടുണ്ട്. ശുചിത്വ മേഖല, പൊതു ശുചിത്വം, മാലിന്യ പരിപാലനം പ്രവർത്തനങ്ങൾക്കായി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ശുചിത്വ ബ്ലോക്ക് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് 99.8 ലക്ഷം രൂപ വകയിരുത്തുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ സ്ഥലം കണ്ടെത്തി RRF സ്ഥാപിക്കുന്നതിന് തുക വകയിരുത്തുന്നു. മിനി MCFമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി ഗ്രാമപഞ്ചായത്തുകൾക്ക് തുക വകയിരുത്തിയിട്ടുണ്ട്. വനിതാ മേഖല, വനിതാ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 12 ലക്ഷം രൂപ ജനറൽ SC വിഭാഗത്തിലെ വനിതകൾക്കായി സ്വയം തൊഴിൽ പദ്ധതികളും ഷീ സ്പേസുകളിൽ ഫിറ്റ്നസ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള പദ്ധതികൾക്ക് ഈ വർഷം 4.5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി സ്നേഹവും കരുതലും പരിചരണവും ആവശ്യമായ വിഭാഗമായി ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്താണ് നമ്മുടെ ലക്ഷ്യം. ഇതിനായി മുൻകാലങ്ങളിൽ ഏറ്റെടുത്ത പദ്ധതികൾ തുടർന്നും നൽകുന്നതിന് 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഭിന്നശേഷിക്കാർക്കുള്ള സ്കോളർഷിപ്പ് തുടർന്നും നൽകുന്നതിന് 40 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിവരുന്ന പീച്ചാനിക്കാട് ബഡ്സ് റിഹാബിലിറ്റേഷൻ സെൻറ്റർ സംസ്ഥാനത്തെ തന്നെ മാതൃകാ സ്ഥാപനമാണ്. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കും പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുമായി 18 ലക്ഷം രൂപ വകയിരുത്തുന്നു. ശിശു ക്ഷേമ പരിപാടികൾ, അനുപൂരക പോഷകാഹാര വിതരണത്തിന് 15 ലക്ഷം രൂപയും അംഗനവാടികളുടെ പശ്ചാത്തല സൗകര്യം വികസനത്തിനായി 10 ലക്ഷം രൂപയും വകയിരുത്തുന്നു. പട്ടികജാതി ക്ഷേമം, പട്ടികജാതി വിഭാഗത്തിലുള്ളവരുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കായി വിവിധ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. SC വിഭാഗം ഭവന പദ്ധതിക്കായി 52 ലക്ഷം രൂപയും വനിതാ ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിൽ പദ്ധതികൾക്കായി 3 ലക്ഷം രൂപയും വനിതകൾക്കുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾക്കായി 20 ലക്ഷം രൂപയും പഠനമുറി നിർമ്മാണത്തിന് 20 ലക്ഷം രൂപയും മെറിറ്റോറിയസ് സ്കോളർഷിപ്പിനായി 8 ലക്ഷം രൂപയും മലയാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ നവോദയപുരം SC കമ്മ്യൂണിറ്റികൾ, ഇല്ലിത്തോട് SC കമ്മ്യൂണിറ്റികൾ എന്നിവിടങ്ങളിലെ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി 18 ലക്ഷം രൂപയും പട്ടികജാതി മേഖലയിലെ വിവിധ പശ്ചാത്തല വികസന പദ്ധതികൾക്കായി 15 ലക്ഷം രൂപയും വകയിരുത്തുന്നു. പശ്ചാത്തല മേഖലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് അപര്യാപ്തമാണെങ്കിലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകൾ ഉപയോഗിച്ച് കൊണ്ട് പുതിയ റോഡുകൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്നതാണ്. റോഡ് നിർമ്മാണം, പുനരുദ്ധാരണം എന്നിങ്ങനെയുള്ള പ്രവർത്തികൾക്കായി 4.6 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുന്നു. ഇതിനു പുറമെ പാർശ്വഭിത്തി സംരക്ഷണം, പൊതുകെട്ടിടങ്ങളുടെ നവീകരണം, പശ്ചാത്തല മേഖലയിലെ മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി 1.14 കോടി രൂപയും വകയിരുത്തുന്നു. പ്രിയമുള്ളവരെ, ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്നതിൻ്റെ പേരിൽ അങ്കമാലി ടൗണിലെ ട്രാഫിക് പ്രശ്നം നമുക്കെല്ലാവർക്കും അനുഭവബോധ്യമുള്ളതാണ്. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ജനങ്ങൾക്ക് യാത്രാക്ലേശം അനുഭവിക്കാതെ സഞ്ചരിക്കാൻ ഇന്ന് വലിയ പ്രയാസമാണുള്ളത്. കറുകുറ്റി, മൂക്കന്നൂർ, തുറവൂർ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു റിംഗ് റോഡ് അടിയന്തരമായി നിർമ്മിച്ചാൽ ഇതിനൊരു പരിഹാരമുണ്ടാകുമെന്ന്, ഈ റിംഗ് റോഡ് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ഒരു പഠന റിപ്പോർട്ട് ആവശ്യമായതിനാൽ KSTP, NATPAC പോലുള്ള സർക്കാർ ഏജൻസികളെ സമീപിച്ച് ഇതിൻ്റെ സാധ്യതാ പഠനം നടത്തുന്നതിനായി ബജറ്റിൽ 1 ലക്ഷം രൂപ വകയിരുത്തുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഘടക സ്ഥാപനങ്ങളുടെയും സുഗമവും ചിട്ടയതുമായ പ്രവർത്തനങ്ങൾക്ക് കമ്പ്യൂട്ടറും മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ, വാഹന സൗകര്യം, ഓഫീസ് ചെലവുകൾ എന്നിവയ്ക്കായി 30 ലക്ഷം രൂപ വകയിരുത്തുന്നു. കാലപ്പഴക്കം ചെന്ന സ്ഥിരം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2 വാഹനങ്ങളും സ്ഥിരം റിപ്പയറിംഗ് ആവശ്യമായ പ്രസിഡന്റിൻ്റെയും ഓഫീസിലെയും വാഹനങ്ങൾക്ക് പകരം പുതിയ വാഹനം വാങ്ങുന്നതിന് 26 ലക്ഷം രൂപ വകയിരുത്തുന്നു. മറ്റ് ബജറ്റ് വകയിരുത്തലുകളെ സംബന്ധിച്ച വിവരങ്ങൾ ബഡ്ജറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ വിശദമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും പ്രകൃതി വിഭവങ്ങളും കൃഷിയും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ബജറ്റിലെ പദ്ധതികൾ നടപ്പാക്കുന്നതിന് എല്ലാ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രയത്നവും തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രാരംഭ നീക്കിയിരിപ്പ് ഉൾപ്പെടെ ആകെ 46,48,39,934 രൂപ വരവും 46,36,02,700 രൂപ ചെലവും
12,37,234 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഭരണസമിതിയുടെ സജീവ ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി സവിനയം സമർപ്പിക്കുന്നു. മുൻ നീക്കിയിരിപ്പ് 12,89,934 രൂപ. നികുതി ഇതര വരുമാനം 12,60,800 രൂപ. ജനറൽ പർപ്പസ് ഗ്രാൻഡ് 88,67,000 രൂപ. വികസന ഫണ്ട് പ്ലാൻ CFC 5,92,42,000 രൂപ. മെയിൻ്റനൻസ് ഗ്രാൻഡ് നോൺ റോഡ് 95,73,000 രൂപ. കേന്ദ്രാവിഷ്കൃത പദ്ധതി ഫണ്ട് 38,46,00,000 രൂപ. ജില്ലാ പഞ്ചായത്ത് വിഹിതം 50 ലക്ഷം രൂപ. ഗ്രാമപഞ്ചായത്ത് വിഹിതം 50 ലക്ഷം രൂപ. ആകെ വരവ് 47,38,39,934 രൂപ. ചെലവുകൾ അനിവാര്യ ചുമതലകൾക്ക് വേണ്ടിയുള്ള ചെലവുകൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് 50,70,000. ഭരണ ചെലവുകൾ 32,37,000. മറ്റുള്ളവ 9,85,700 രൂപ. ജനകീയാസൂത്രണ പദ്ധതി റവന്യൂ ചെലവുകൾ 46,43,10,000 രൂപ. ആകെ ചെലവ് 47,36,2,700 രൂപ. നീക്കിയിരിപ്പ് 12,37,234 രൂപ.